തുർക്കി അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. തുർക്കിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതായത് തയ്യിബ് എർദോഗനെതിരെ മത്സരിക്കുവാൻ തയ്യിബ് എർദോഗന്റെ ഒരു വളരെ സ്ട്രോങ് ഒപ്പോണന്റ് എന്ന രീതിയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇക്രേം ഇമാമോഗ്ലു എന്ന് പറയുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഇസ്താംബൂളിന്റെ നിലവിലെ മേയറിനെ തയ്യിബ് എർദോഗൻ ഭരണകൂടം തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. അതിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ യുവജനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ തുർക്കിയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന ഒരു സൂചന എന്താണ്? അത് തുർക്കിയുടെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായി നാം അത് കാണേണ്ടതുണ്ടോ, അതോ അത് പൊളിറ്റിക്കൽ തലത്തിൽ നോക്കുമ്പോൾ ആഗോളതലത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് തുർക്കിയിലെ ഈ വിഷയങ്ങൾ ചെലുത്തുന്നുണ്ടോ? യൂറോപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ജാഗ്രത എന്താണ്? ക്രൈസ്തവ ലോകം പുലർത്തേണ്ട ജാഗ്രത എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തുർക്കിയാണ്. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തുർക്കി അക്ഷരാർത്ഥത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ തുർക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ ഈ തുർക്കിയുടെ ഇസ്താംബുൾ ആ ഒരു നഗരം, തുർക്കിയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഇസ്താംബുൾ നഗരം, ഏകദേശം 16 മില്യണോളം ജനങ്ങൾ വസിക്കുന്ന ആ നഗരത്തിൻ്റെ മേയർ ഇക്രേം ഇമാമോഗ്ലു എന്ന് പറയുന്ന ഒരു വ്യക്തി, 53 വയസ്സുള്ള ഒരു വ്യക്തി. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ്. ഈ 2028 അടുത്തതായിട്ട് തുർക്കിയിൽ ഒരു പ്രസിഡൻഷ്യൽ എലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ തുർക്കിയുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, നിലവിലെ ഒരു ചിത്രത്തെ പറ്റി ഒന്ന് പരാമർശിക്കാതെ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. തുർക്കിയുടെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തയ്യിബ് എർദോഗനാണ്. വളരെയധികം കടുത്ത ഒരു ഇസ്ലാമിസ്റ്റ് ഒരു ചിന്താഗതി പുലർത്തുന്ന, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന, അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന വ്യക്തി. ഹാഗിയ സോഫിയ ക്രൈസ്തവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു. അത് മോസ്കാക്കി മാറ്റുന്നതിൽ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് തുർക്കിയുടെ പ്രൈം മിനിസ്റ്ററായി, പ്രസിഡന്റായിട്ട് തുർക്കിയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുർക്കിയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല നടപടികളും നാം നിരീക്ഷിച്ചു നോക്കുമ്പോൾ ആഗോള തലത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്നതിൽ അദ്ദേഹം സ്വീകരിച്ച പല നടപടികളും കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടന, ആ സംഘടനയ്ക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഈ തയ്യിബ് എർദോഗൻ കൊടുക്കുന്നുണ്ട്. എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ഒരു തലതൊട്ടപ്പൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ്, അതിനെ കൈയഴിച്ച് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഭരണാധികാരിയാണ് തയ്യിബ് എർദോഗൻ. ഒപ്പം തന്നെ അൽ ഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീവ്രവാദ സംഘടനകൾക്കും ഈ തയ്യിബ് എർദോഗൻ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ തുർക്കിയുടെ ഒരു പൊളിറ്റിക്കൽ പിക്ചർ. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന തയ്യിബ് എർദോഗൻ അവിടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു അടിച്ചമർത്തൽ തുർക്കിയിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കുക, തുറങ്കിലടയ്ക്കുക, അത് രാഷ്ട്രീയക്കാരെ മാത്രമല്ല ബിസിനസ്സുകാരെയും അങ്ങനെ മറ്റു പലരെയും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയാക്കിയ, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടയാക്കിയ ചില സംഭവ വികാസങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയുന്ന ഇക്രേം ഇമാമോഗ്ലു എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞതുപോലെ ഇസ്താംബുളിൻ്റെ മേയറാണ്. അടുത്ത ഘട്ടത്തിൽ 2022 ഈ തയ്യിബ് എർദോഗനെ മലർത്തിയടിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളരെ കരിസ്മാറ്റിക് സ്വഭാവമുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന ഇക്രേം ഇമാമോഗ്ലു. ഈ തയ്യിബ് എർദോഗനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇക്രേം ഇമാമോഗ്ലു ഒരു കുറെ കൂടി ഒരു സെക്കുലർ സ്വഭാവമുള്ള വ്യക്തിത്വമാണ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഒരു വക്താവ് കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന വ്യക്തി പ്രദാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി, അതിൻ്റെ ഒരു പ്രൈമറി തലത്തിലുള്ള ഒരു ഇലക്ഷൻ, അതിൻ്റെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്യുന്ന ഒരു പ്രൈമറി തലത്തിലുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ തയ്യിബ് എർദോഗന് ഒരു എതിരാളിയായിട്ട് ഉയർന്നു വരികയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷന് മുമ്പ് തന്നെ ഈ തയ്യിബ് എർദോഗൻ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ ഇക്രേം ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഡിഗ്രിയൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം തുർക്കിയുടെ നിയമപ്രകാരം അവിടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു ഗ്രാജുവേഷൻ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഗ്രാജുവേഷനൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഡിഗ്രിയൊക്കെ റെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇക്രേം ഇമാമോഗ്ലുവിനെ അനുകൂലിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ജനകൂട്ടം, ജനകീയ പ്രക്ഷോഭം ഈ തയ്യിബ് എർദോഗൻ ഈ നടപടിക്കെതിരെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുന്ന, കലാപകലുഷിതമായ
കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് യൂത്താണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കലാപം അല്ലെങ്കിൽ ഇവരുടെ ഒരു മനോഭാവം, ഈ കലാപം നടത്തുന്നവർ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്നവർ തീർച്ചയായിട്ടും ഇതിന് ഇറങ്ങിത്തിരിച്ചത് ഈ ഇക്രേം ഇമാമോഗ്ലുവിനോടുള്ള ഒരു സ്നേഹമുണ്ട്, അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിനുള്ള പിന്തുണയും, അതിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു ഈ തയ്യിബ് എർദോഗനോടുള്ള ഒരു എതിർപ്പ് കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ റോബിൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം പ്രഖ്യാപിത ഒരു ഖലീഫയായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് തയ്യിബ് എർദോഗൻ പലപ്പോഴും മാറുന്നതായിട്ട് നമ്മൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്ലാമിക് വേൾഡിന്റെ ഒരു നേതൃത്വത്തിലേക്ക് തുർക്കിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അവസാനിപ്പിക്കുന്ന പോയിന്റാണ് റോബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരുവിലിറങ്ങിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, അവരെ അതിന് പ്രേരിപ്പിച്ച ഒരു ചേതോവികാരം ഒരു തരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ തയ്യിബ് എർദോഗനോടുള്ള ഒരു വിദ്വേഷം അല്ലെങ്കിൽ എതിർപ്പ്, കഴിഞ്ഞ 20 വർഷത്തിലധികമായി അദ്ദേഹത്തിൻ്റെ ഒരു അടിച്ചമർത്തൽ മനോഭാവത്തോടുള്ള ഒരു എതിർപ്പ് ഈ പ്രക്ഷോഭത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല. ഇതിൽ നമ്മൾ തുർക്കിയെക്കുറിച്ച്, എർദോഗനെ കുറിച്ച് ഏറ്റവും ആദ്യം നമ്മൾ പരാമർശിക്കുമ്പോൾ നമ്മൾ ഈ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ലോകത്തിൽ മുഴുവൻ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, കാരണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. ഇതുപോലെ തന്നെ തുർക്കിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ തുർക്കിയുടെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുർക്കി എർദോഗൻ പോകുന്നത്. അതുപോലെ തന്നെ തുർക്കിയുടെ പൊളിറ്റിക്സ് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു വിഷനുണ്ട്, ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളത്. അതിനുള്ള കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിലെ ചിത്രം കാണുമ്പോൾ വളരെ വ്യക്തമാണത്, എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുപോലെ തന്നെ ഈ അമേരിക്കൻ ഇൻട്രസ്റ്റ്, ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ തുർക്കിയുടെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെയുള്ള പൊളിറ്റിക്സ് എർദോഗൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചാമ്പ്യനാണ് എർദോഗൻ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ചാമ്പ്യനാണ് എർദോഗൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഓപ്പോസിഷൻ ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്യുന്നത്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, വ്ളാദിമിർ പുടിൻ റഷ്യയിൽ 2036 വരെ അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യത്തിലേക്ക് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതേ സാഹചര്യത്തിലേക്ക് ഉർദുഗാൻ്റെ എന്ന് വെച്ചാൽ 2028 അദ്ദേഹത്തിൻ്റെ ടേം അവസാനിക്കും നിയമം അനുസരിച്ച്. പക്ഷേ അതിന് മുൻപ് തന്നെ അദ്ദേഹം ഇലക്ഷൻ നടത്തി ഈ 2036 അദ്ദേഹത്തിൻ്റെ ഭരണം, അതും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ജീവിതകാലം മൊത്തം ഈ തുർക്കിയുടെ ഭരണത്തിൽ ഇരിക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അതിന് അദ്ദേഹം ഇതിനു മുൻപ് ഇതുപോലെ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2014 അദ്ദേഹം പ്രസിഡന്റിലേക്ക് വരിക, 2003 അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം 2014 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആളെ 2016 ജയിലിലാക്കുകയും അത് 2018 ജയിലിൽ കിടന്ന് അദ്ദേഹം മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇമാമോഗ്ലു കാരണം ഉർദുഗാൻ കഴിഞ്ഞ പ്രാവശ്യം 52% വോട്ടുകൾക്ക് മാത്രമാണ്, കഷ്ടിയാണ് ജയിച്ചു കയറുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം ഇടിഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പുറത്തു പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ശക്തമായ വിലയിരുത്തലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഓപ്പോസിഷൻ തീരുമാനിക്കാനിരിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന് കാരണമാകുന്നത്, ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ടെററിസത്തിനെ ബേസ് ചെയ്താണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്തത്. പിന്നെ ഉർദുഗൻ ചെയ്ത മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം മിലിറ്ററി കൂപ്പ് ഉണ്ടായതിനു ശേഷം അദ്ദേഹം ജുഡീഷ്യറിയെ അടക്കം നിരവധി ജഡ്ജിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം അദ്ദേഹത്തിന് സ്വാധീനമുള്ള ആളുകളെ ഈ ജുഡീഷ്യറിയിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബ്യൂറോക്രസി മൊത്തം അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ബ്യൂറോക്രസി മൊത്തം വരുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഈ ജേർണലിസ്റ്റുകൾ, ഇപ്പം മീഡിയയുടെ 90% ഉർദുഗാന് ഇൻഫ്ലുവൻസ് ഉള്ള ബിസിനസ് സംരംഭങ്ങളാണ് നിയന്ത്രിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനവും ഉർദുഗാൻ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇന്റേണൽ പൊളിറ്റിക്സ്. തുർക്കിയുടെ ഇന്റേണൽ പൊളിറ്റിക്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈവൻ യൂറോപ്യൻ യൂണിയനിൽ തുർക്കിയെ കയറ്റാത്തതിൻ്റെ കാര്യം പോലും ഇതുപോലുള്ള അൺഫെയർ ആയിട്ടുള്ള ഈ ജനാധിപത്യത്തിൻ്റെ പേരിൽ തന്നെയാണ് തുർക്കി അങ്ങോട്ട് കയറ്റാത്തത്. അതുകൊണ്ടാണ് ബ്രിക്സ് തേടി ഉർദുഗാൻ പിന്നീട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും
മുഴുവനായും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമല്ല തുർക്കി എന്നുള്ളത് കൃത്യമാണ്. കാരണം അവർക്കും അറിയാം തുർക്കിക്ക് തുർക്കിയുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനനുസരിച്ചാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എർദോഗൻ അതിനുള്ള ചാമ്പ്യനാണ്, കൃത്യമായി അയാൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് യൂറോപ്യൻ യൂണിയനും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് F-35 അടക്കമുള്ള പ്രോഗ്രാമുകളിൽ നിന്നും ഇവരെ തുർക്കിയെ ഒഴിവാക്കുകയും അതിനുശേഷം തുർക്കി S-400 റഷ്യയുടെ S-400 മേടിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് തുർക്കി ഒരേ സമയം ഇവരുമായിട്ട് നാറ്റോയിൽ അംഗമായിരിക്കുകയും യൂറോപ്യൻ യൂണിയനും നാറ്റോയുമായി ചേർന്ന് പോവുകയും അതേ സമയം തന്നെ റഷ്യയുമായിട്ടും അങ്ങനെ ചേർന്ന് പോവുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്, ആ ഡബിൾ പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തു എന്ന് പറയുന്നത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തുർക്കി ഉക്രൈന് ഡ്രോണുകൾ കൊടുത്തു സാമ്പത്തികമായി സഹായിച്ചു. അതേസമയം തന്നെ റഷ്യയുമായി സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയും ചെയ്തു. അതാണ് ഡബിൾ പൊളിറ്റിക്സ്. മറ്റൊന്ന്, ഇസ്രായേലുമായിട്ട് കൃത്യമായിട്ട് ഇന്റലിജൻസ് കോപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതേസമയം തന്നെ ഇപ്പുറത്ത് തീവ്രവാദികളെ സഹായിക്കുകയും ചെയ്യുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എന്ത് പറയുന്നത്, ഇസ്രായേലിനെ വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമിക്കും, പലസ്തീനു വേണ്ടി അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഡബിൾ പൊളിറ്റിക്സിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് ഈ തുർക്കിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ റഷ്യയെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് റഷ്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു ഈ യുക്രൈൻ അടക്കമുള്ള ആ മേഖലയിൽ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം റഷ്യൻ എംപയർ. അത് കഴിഞ്ഞ് USSR വന്നപ്പോഴും ഈ രാജ്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് റഷ്യ വീണ്ടും ഈ രാജ്യങ്ങളെ പിടിച്ചടക്കുകയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള എംപയർ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ അവർ പേടിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് തുർക്കിയുടെ കാര്യത്തിൽ വരുന്നത്. തുർക്കിക്ക് പണ്ടത്തെ കാലിഫേറ്റ് വീണ്ടും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ് എർദോഗൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അയാൾ എന്തൊക്കെ ചെയ്യുന്നു? ഒരേ വഴിക്ക് അയാൾ ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് അയാളുടെ പ്രോക്സിയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പല തീവ്രവാദ ഗ്രൂപ്പുകൾ ഇയാൾ സപ്പോർട്ട്, ഇതെല്ലാം ഇയാളുടെ പ്രോക്സിയാണ്. എന്ന് വെച്ചാൽ തുർക്കിയുടെ കരങ്ങൾ പല രീതികളിൽ പല രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അത് തീവ്രവാദത്തിലൂടെ ആവാം, അത് മറ്റ് പല കാര്യങ്ങളിലൂടെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സിറിയയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ. കാരണം സിറിയ വീണപ്പോൾ ഓർക്കുക, സിറിയ ഖാലിഫേറ്റിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇറാഖിന്റെ പല മേഖലകളും തുർക്കിയുടെ ഇൻഫ്ലുവൻസിന്റെ കീഴിലാണ്. കൃത്യമായിട്ടും അവിടവും ഖാലിഫേറ്റിന്റെ ഭാഗമായിരുന്നു. അർമേനിയക്കെതിരെയുള്ള പ്രശ്നം, അർമേനിയക്ക് ഖാലിഫേറ്റിന്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു, അത് ഖാലിഫേറ്റിന്റെ ഭാഗമായിരുന്നു. അസർബൈജാനുമായിട്ട് തുർക്കി ഒരേ രാജ്യം, ഒരു ഹൃദയവും രണ്ട് ശരീരവും എന്ന് പറയുന്ന ഒരു ബന്ധം എന്ന് വെച്ചാൽ ഇതെല്ലാം തുർക്കിയുടെ ഇൻട്രസ്റ്റിന്റെ ഇതാണ് ഇതിന്റെ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് എർദോഗനെ കുറിച്ച് പറയുമ്പോൾ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഏകാധിപത്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇതെല്ലാമാണ്. ഇതുമായിട്ടാണ് അദ്ദേഹം ഏകാധിപത്യത്തിലേക്ക് പോകുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇറാനിൽ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെൻറ്, റഷ്യയിൽ ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെൻറ്, ചൈന ഏകാധിപത്യ സ്വഭാവം, ഉത്തര കൊറിയ ഏകാധിപത്യ സ്വഭാവം, അതിൻ്റെ കൂടെ തുർക്കിയുടെ ഏകാധിപത്യ സ്വഭാവവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, മറ്റൊരു വലിയ ഗ്ലോബൽ വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് UN പ്രസക്തി പോലും ഇല്ലാതായി. ഒരു പരിധിവരെ UN ആയിരുന്നു ലോകത്തിൻ്റെ ഒരു പരിധിവരെയെങ്കിലും ഒരു ഒരുമയുള്ള ഒരു അഭിപ്രായം രൂപീകരിച്ചെടുക്കാൻ UN കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് UN പോലും അപ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഏകാധിപതികൾ പൊന്തി വരുന്ന ഒരു സാഹചര്യത്തിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ഉണ്ട്, പലയിടത്തേക്കും അവർ അഗ്രസീവായിട്ട് കടന്നു കയറാൻ ശ്രമിക്കുന്നു. തുർക്കിയും അങ്ങനെ തന്നെയാണ്. തുർക്കി കടന്നു കയറാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. അത് അഗ്രസീവായിട്ട് തന്നെയാണ് തുർക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് എർദോഗനുമാണ്. എർദോഗൻ ഇരിക്കുന്നിടത്തോളം കാലം തുർക്കി അത് ചെയ്യും. അത് വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏകാധിപത്യത്തിലേക്കുള്ള എർദോഗന്റെ യാത്ര, തുർക്കിയുടെ ഈ യാത്ര ലോകത്തെ വളരെ വലിയ ഡേഞ്ചർ സോണിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് തുർക്കിയുടെ ഭരണ നേതൃത്വത്തിൽ എർദോഗനുണ്ട്. അപ്പോൾ തുർക്കിയിൽ ഒരുപക്ഷെ അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിച്ച അജണ്ട ഒരു പരിധിവരെ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 2028 ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 72 വയസ്സായി. ഇപ്പോൾ 2028 അദ്ദേഹം ഈ എതിരാളികളെ ഭയക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ കാലിഫേറ്റ് എന്ന അദ്ദേഹത്തിന്റെ ആഗോള തലത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക് അജണ്ടയുണ്ട്. അത് പൂർണ്ണതോതിൽ ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. 2028 അദ്ദേഹം അധികാരം പിടിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എർദോഗന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗോള തലത്തിലുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു യാത്രയ്ക്ക് വിഘാതമാകുന്ന ഈ ഇമാമോഗ്ലുവിനെ പോലുള്ളവരെ അദ്ദേഹം അതിശക്തമായിട്ട് ഭയക്കുന്നത്.
പൊളിറ്റിക്കലി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരുപക്ഷെ 2028 അദ്ദേഹം തുർക്കിയുടെ അധികാരത്തിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അരുൺ, നമുക്കറിയാം ഈ തുർക്കിയിലേക്ക് വീണ്ടും വന്നു കഴിയുമ്പോൾ ഈ ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഒരു പിള്ളത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ തുർക്കിയെ. വളരെ ചരിത്ര പ്രാധാന്യമേറിയ നിക്കിയ സുനഹദോസ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഹാഗിയ സോഫിയ പോലുള്ള വളരെ ചരിത്ര പ്രാധാന്യമേറിയിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ, അവയിൽ പലതും ഇന്ന് മോസ്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഈ അർമേനിയൻ ജിനോസൈഡ്, അതിൽ ഈ തുർക്കി വഹിച്ച പങ്ക്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്, അത് വളരെയധികം നിർണായകമാണ്. അവരുടെ ഒരു കറുത്ത കരങ്ങൾ ഈ അർമേനിയൻ ജിനോസൈഡ്, പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ അവർ നടത്തിയ വംശഹത്യക്ക് പിന്നിൽ തുർക്കിയുടെ ഒരു കറുത്ത കരങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നാം നോക്കുമ്പോൾ ഈ എർദോഗന്റെ ചില നിലപാടുകൾ, പല നിലപാടുകളും ഈ ക്രൈസ്തവ ലോകം എത്രത്തോളം ഒരു ഭയത്തോടെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഈ ഹാഗിയ സോഫിയ പോലുള്ള വിഷയങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയപ്പോൾ എനിക്ക് തോന്നുന്നു ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ എർദോഗന്റെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ എത്രത്തോളം ഒരു ഭയത്തോടെ, ആശങ്കയോടെ ക്രൈസ്തവ ലോകം നോക്കിക്കാണേണ്ടിയിരിക്കും? ജോർജ്, ക്രൈസ്തവർക്ക് ചരിത്രം അറിയാം. അവരുടെ 2000 വർഷത്തെ ചരിത്രം, അവർ എഴുതപ്പെട്ട ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ചരിത്രത്തിൽ ഇസ്ലാമിനൊരു മേൽക്കൈ വരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്ന ഒരു പ്രദേശമാണ് തുർക്കി എന്ന് പറയുന്നത്. തുർക്കി ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്നുള്ള ഇസ്ലാമിക രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികളാണ് ഈ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ തകർത്ത് ആ സ്ഥലം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ തുർക്കിയിൽ നിന്നുള്ള ആ പ്രദേശത്തു നിന്നുള്ള ഭരണാധികാരികളെ അവർ വളരെ ഭീതിയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ആദ്യകാലത്ത് ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന ഭിന്നത നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്ന് പൗരസ്ത്യ ക്രൈസ്തവ സഭകളിലുണ്ടായിരുന്ന ഭിന്നതയാണ് അന്ന് ഇസ്ലാം ഭരണാധികാരികൾക്ക് ഈ പൗരസ്ത്യ ദേശങ്ങളെ മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് കാരണമായത്. അതിനുശേഷം വൈകാതെ തന്നെ 1076 ആ സമയമായപ്പോഴേക്കും ജെറുസലേമും അവരുടെ കൈക്കിലേക്ക് വരികയാണ്. ഇന്ന് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെയധികം പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുരിശുദ്ധക്കാർ. കുരിശുദ്ധം യൂറോപ്പ് ചെയ്യുന്ന ഏത് യുദ്ധമായാലും അമേരിക്ക ചെയ്യുന്ന ഏത് യുദ്ധമാണെങ്കിലും ഇപ്പോൾ ആ പേരിലാണ് ഇസ്ലാമിക വേൾഡിലുള്ളവർ പറയുന്നത്. എന്താണ് കുരിശുദ്ധം? ഈ ജെറുസലേം പിടിച്ചെടുത്തതിന് ശേഷം അവിടേക്ക് തീർത്ഥാടനം നടത്തിയിരുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീർത്ഥാടനം വളരെ ദുഷ്കരമായി. അങ്ങനെ ജെറുസലേം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആര് പിടിച്ചെടുത്തത്? ക്രൈസ്തവർക്കോ യഹൂദന്മാർക്കോ അവകാശമുള്ള ജെറുസലേം അത് ഒരു കൂട്ടർ പിടിച്ചെടുത്തപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ തുടങ്ങിയ യുദ്ധങ്ങളാണ് കുരിശുദ്ധങ്ങൾ. ഈ കുരിശുദ്ധങ്ങൾ പലതും ചെറുത്തുനിൽപ്പിന്റെ യുദ്ധങ്ങളാണ്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ കുരിശുദ്ധങ്ങൾ കാരണമാണ് പൗരസ്ത്യ പ്രദേശങ്ങൾ കഴിഞ്ഞ് പാശ്ചാത്യ പ്രദേശങ്ങളിലേക്കുള്ള ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികളുടെ കടന്നുകയറ്റത്തെ തടയിടാൻ സാധിച്ചത്. നമുക്കറിയാം 1574 നടന്ന ലെപ്പാൻഡോ വാർ. ആ വാറിൽ അന്ന് ഒട്ടോമൻ തുർക്കികളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ മൂലം മാർപ്പാപ്പയുടെ കീഴിൽ അന്ന് വിശ്വാസത്തെ പ്രതിരോധിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു കോട്ട കിട്ടിയതുകൊണ്ടാണ് അന്ന് ലെപ്പൻഡോ കടലിടുക്കിൽ വെച്ച് ഒട്ടോമൻ തുർക്കികൾ തകർന്ന് തരിപ്പണമായി പോയത്. വളരെ ചെറിയൊരു സൈന്യം കൊണ്ട് അന്ന് ഓട്ടോമൻസിന്റെ ആ കടന്നുകയറ്റത്തെ ക്രിസ്ത്യൻ വേൾഡ് തടയുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഇസ്ലാമിക ഭരണാധികാരികളുടെ എല്ലാ കാലത്തെയും സ്വപ്നമായിരുന്നു ഈ യൂറോപ്പിനെ കീഴടക്കുക എന്നുള്ളത്. അതിനായിട്ട് അവർ പല മാർഗങ്ങൾ നോക്കി. പക്ഷെ ആ മാർഗങ്ങളെല്ലാം അവിടുത്തെ യൂറോപ്പിലെ സഭകളുടെ അല്ലെങ്കിൽ യൂറോപ്പിലെ രാജാക്കന്മാരുടെ അവരുടെ വിശ്വാസത്തിലുള്ള ഉറപ്പ് കാരണം അല്ലെങ്കിൽ അവരുടെ ഒത്തൊരുമ കാരണം ഇവർക്ക് പ്രവേശിക്കാൻ പറ്റാതെ ഇങ്ങനെ തടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇസ്ലാം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും ഒക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഈറ്റിലം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ പുണ്യഭൂമിയാണെന്ന് പറയാമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രങ്ങളും അതിന്റെ അജണ്ടകളും എല്ലാം നടപ്പാക്കപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് തുർക്കിയായിരുന്നു. ഈ തുർക്കിയിൽ നിന്നാണ് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമിക കാൽഫേറ്റ് ആക്കുന്നതിനുള്ള തന്ത്രങ്ങളെല്ലാം മെനയപ്പെട്ടത്. ആ തുർക്കി 1-ാം ലോക മഹായുദ്ധത്തിലൂടെ ഒട്ടോമൻ തുർക്കികൾ തകർന്നടിഞ്ഞ് അത് പാശ്ചാത്യ ലോകത്തിന്റെ കീഴിലേക്ക്, ബ്രിട്ടന്റെ കീഴിലേക്ക്, ഫ്രാൻസിന്റെ കീഴിലേക്കെല്ലാം ഈ തുർക്കിയുടെ പ്രദേശങ്ങൾ വന്നെത്തിച്ചേരുകയാണ്. അന്ന് തുടങ്ങിയതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. അത് ബ്രിട്ടീഷുകാർ കാലിഫേറ്റ് പിടിച്ചടക്കിയതിന്റെ ഒറ്റ വിദ്വേഷത്തിലുണ്ടായ പ്രസ്ഥാനമാണ്. അതിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് കൂട്ടിക്കെട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അവരെ വാഴ്ത്തുന്ന ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഈ തുർക്കികളുടെ കയ്യിൽ നിന്ന് ബ്രിട്ടന്റെ കയ്യിലേക്ക് പോയി. അതിനുശേഷം തുർക്കി തിരിച്ചു വരുന്നത് ഒരു മതേതര മുഖത്തോടു കൂടിയിട്ടാണ്. ഒരു ഇസ്ലാമിക മത മേൽക്കോയ്മയിലുള്ള ഭരണത്തിൽ നിന്ന് മാറി അതൊരു മതേതര രാജ്യം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യം പോലെ തുർക്കി വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈ തുർക്കിയെ എർദോഗൻ ഇപ്പോൾ ഈ രീതിയിലാക്കിയത് എങ്ങനെയാണെന്ന് നോക്കും. ഈ എർദോഗൻ വീണ്ടും ഇസ്ലാമിക കാലിഫേറ്റും അത് അവിടെ നിൽക്കുന്നില്ല. എർദോഗന്റെ സ്വപ്നം യൂറോപ്പാണ്. ഈ യൂറോപ്പിലേക്ക് കടക്കാനുള്ള എൻട്രിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മുഖം മിനുക്കൽ ശ്രമങ്ങളാണ് ലോകം ഈ വർഷങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്.
ഈ എർദോഗൻ തനി തീവ്രവാദിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം മേയറായിരുന്ന, ഇപ്പോൾ ജോർജി സൂചിപ്പിച്ച ഇതേ ഇമാമോഗ്ലു മേയറായിരുന്ന ഇസ്താംബുളിന്റെ മുൻ മേയറാണ് എർദോഗൻ. അന്ന് എർദോഗൻ ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം എഴുതിയ ചില വരികളാണ്. ആ വരികളിൽ ഏകദേശം ഇങ്ങനെയാണ്: മസ്ജിദുകൾ നമ്മുടെ പടയാളികളുടെ പാളയങ്ങളാണ്, മീനാരങ്ങൾ ബയണറ്റുകളാണ്, വിശ്വാസികൾ നമ്മുടെ പടയാളികളാണ്. ഇതായിരുന്നു അദ്ദേഹം കുറിച്ച വരികൾ. ഇതിനുശേഷം ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു മുഖമായിട്ട് തിരിച്ചു വരുന്നത്. അതുവരെ മത തീവ്രവാദിയുടെ സ്വഭാവം കാണിച്ചിരുന്ന അദ്ദേഹം പാശ്ചാത്യ ലോകത്തിന് സ്വീകാര്യനാകുന്ന രീതിയിലുള്ള ഒരു മുഖംമാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ സിറിയയിലെ അൽ ജുലാനി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അതായത് ഒരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം തുർക്കിയുടെ ഭരണാധികാരിയായിട്ട് വരുന്നത്. ഭരണാധികാരിയായപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ തനി സ്വഭാവങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി. ഹാഗിയ സോഫിയ, ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദേവാലയത്തെ അദ്ദേഹം മോസ്കാക്കി മാറ്റി. പിന്നീടും ഒരു ചോറ ദേവാലയം 2020 ഹാഗിയ സോഫിയ, 2024 ചോറ. അതുകൂടാതെ തുർക്കിയിലെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് ഈ മസ്ജിദുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും മുസ്ലിം സ്കൂളുകൾ സ്ഥാപിക്കാനൊക്കെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത്. ഈ എർദോഗൻ തന്നെയാണ് കുർദികളും മുസ്ലിമുകളും തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. നമുക്കറിയാം ഐലാൻ കുർദിയുടെ ചിത്രം വളരെ വൈറലായ പിഞ്ചുബാലന്റെ ചിത്രം. ഈ ഐലാൻ കുർദി ഒരു കുർദുകാരനാണ്, ഒരു കുർദിഷ് പയ്യനാണ്. ഈ തുർക്കിയും കുർദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ഈ ഐലാന്റെ പിതാവിന് കാനഡയിലേക്കുള്ള വിസയുടെ പേപ്പറുകൾ എർദോഗൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ കടുങ്കൈക്ക് ഐലാൻ കുർദിയുടെ പിതാവിന് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത്. പക്ഷെ ആ ചിത്രം എങ്ങനെയാണ് ദുരുപയോഗിക്കപ്പെട്ടത്? യഥാർത്ഥത്തിൽ എർദോഗനെതിരെ തിരിയേണ്ട ഒരു ചിത്രമാണത്. പക്ഷെ അത് യൂറോപ്പ് അഭയാർത്ഥികളെ സ്വീകരിക്കാത്തതിന്റെ കാരണമായിട്ട് പിന്നീട് അത് ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് ഇവരുടെ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ഇനി യൂറോപ്പും കൂടിയാണ് അവരുടെ കാൽക്കീഴിൽ വരാനുള്ളത്. അപ്പൊ യൂറോപ്പിന് വേണ്ടിയിട്ട് അവർ യുദ്ധത്തിന്റെ മാർഗങ്ങൾ നോക്കി നടന്നില്ല. ഈ കാലത്ത് ഒരു കാരണവശാലും യുദ്ധത്തിലൂടെ യൂറോപ്പിന് പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ യൂറോപ്പിനെ ഇസ്ലാമവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത, അല്ലെങ്കിൽ തുർക്കിയുടെയും ഡെമോക്രാറ്റുകളുടെയും ഡീപ് സ്റ്റേറ്റിന്റെ എല്ലാം ഒത്തൊരുമിച്ചുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയ ഈ അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ എല്ലാം പിന്നിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഖിലാഫത്ത് സ്വപ്നം. തുർക്കിയുടെ ഒരു ഖിലാഫത്ത് സ്വപ്നമുണ്ട്. ഇതേ സ്വപ്നം തന്നെയാണ് ഹമാസിന്റെ ചാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയും. അലക്സ മോസ്കിന്റെ മുൻപിൽ നിന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം റോമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓരോ ക്രിസ്ത്യാനികളെയും കൂട്ടക്കുരുതി ചെയ്തിട്ട് റോമിലേക്ക് കൈനീട്ടി അവർ പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ ഇതാ വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും എർദോഗൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എർദോഗനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. കാരണം അതും കൂടിയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ നടന്നു വരാവുന്ന ആ ബോർഡർ തുർക്കിയുടെ അവിടെ വെച്ച് അടഞ്ഞു കിടക്കുകയാണ്. തുർക്കിയിലേക്കും കൂടി അതിന്റെ എൻട്രി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തീവ്രവാദികളെയും ഒരുമിച്ച് യൂറോപ്പിലേക്ക് കടത്തിവിടാൻ സാധിക്കും. പക്ഷേ ഈ സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കാതെയായിരിക്കും ഒരു പക്ഷേ എർദോഗന് പടിയിറങ്ങേണ്ടി വരിക. അത് കറക്റ്റാണ്. റോബിനും മരടും സൂചിപ്പിച്ചതുപോലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക. അത് തന്നെയാണ് എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണം നടമാടുന്ന ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള വ്യക്തി അതിന് ചുക്കാൻ പിടിക്കണം. നമ്മൾ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പിക്ചർ എടുത്ത് നോക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഒരു ലിബറൽ മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇനി നേരത്തെ ഈ മിഡിൽ ഈസ്റ്റിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ച ഇറാൻ അതൊന്ന് ക്ഷയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിന് ശേഷം. പിന്നെ അവർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഈ തുർക്കിയാണ്. അതായത് തയ്യിബ് എർദോഗനിലേക്കാണ് അവർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഈ തുർക്കിയുടെ തലപ്പത്ത് റോബിനും അരുണും പറഞ്ഞതുപോലെ ഒരു തീവ്ര ഇസ്ലാമിക മനോഭാവമുള്ള ഒരു വ്യക്തി വന്നെങ്കിൽ മാത്രമേ അവരുടെ ഒരു ചരിത്രാധികാലം മുതലുള്ള ഒരു കാലിഫേറ്റ് സ്വപ്നം അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറുടെ ഒരു റിവൈവലൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ തുർക്കിയുടെ തലപ്പത്തെ എർദോഗൻ എനിക്ക് തോന്നുന്ന ഒരു പ്രതീകമാണ്. എർദോഗനെ പോലെ തീവ്ര ഇസ്ലാമിക ആശയമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ അവർ എന്ത് വില കൊടുത്തും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എർദോഗൻ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇമാമോഗ്ലുവിന്റെ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയൊരു ഇന്റർവ്യൂവിൽ ഈ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് ഇമാമോഗ്ലു. അതിനാൽ തന്നെ വ്യക്തമാണ്, ഒരു ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച ഒരു നേതാവ് തുർക്കിയിലെ ഒരു അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വരാൻ ഇവർ എത്രത്തോളം അതിനെ തടയിടും എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ പൊളിറ്റിക്കലി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ തുർക്കിയിലെ സംഭവവികാസങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അത് വെറും ഒരു ആഭ്യന്തര കലാപം, ഒരു രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നം എന്നതിനേക്കാൾ ഉപരി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ആഗോള തലത്തിലുള്ള ഒരു അജണ്ടയുടെ ചില അലയൊലികൾ നമുക്ക് തുർക്കിയിൽ നിന്നും ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. തുർക്കിയിലെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, പ്രത്യേകിച്ച് തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആ തുർക്കിയുടെ പ്രസിഡന്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു എതിർപ്പ്, ഒരു പ്രക്ഷോഭം തുർക്കിയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആഗോള അജണ്ട
നടപ്പാക്കുവാനുള്ള ഒരു ചട്ടുകമാണ് തുർക്കിയുടെ ആ ഒരു ഭരണത്തിൽ ഏറുന്ന, അല്ലെങ്കിൽ തുർക്കിയുടെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ. ഒരുപക്ഷെ നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ യൂറോപ്പിന്റെ ഒരു അധിനിവേശം, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആ ഒരു അധിനിവേശം, അത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നാം കണ്ടു. അത് വീണ്ടും ആവർത്തിക്കുവാൻ, അത് ഒരുപക്ഷെ വാളിന്റെ രൂപത്തിലായിരിക്കത്തില്ല, നമ്മളിപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ അഭയാർത്ഥി പ്രവാഹത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലായിരിക്കാം. അതിന് ഒരു തുടക്കം ഇടുവാനുള്ള ഒരു നാന്ദിയായിട്ട് ഈ തുർക്കിയിലെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത വളരെയധികം ശക്തിപ്പെടുത്തേണ്ട ഒരു നാളുകളിലൂടെ തന്നെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ ലോകത്തെ സുഖിപ്പിക്കുവാൻ ഒരു മിനുക്കിയ മുഖത്തോടുകൂടി എർദോഗൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ തീവ്രവാദ ആശയങ്ങൾ അത് പലപ്പോഴും പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ തയ്യിബ് എർദോഗന്റെ നീക്കങ്ങളെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ക്രൈസ്തവ ലോകത്തിന് വളരെയധികം നഷ്ടങ്ങൾ, വളരെയധികം പ്രതിസന്ധികൾ സമ്മാനിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് തയ്യിബ് എർദോഗൻ. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ഭരണത്തിലേക്ക് ഒരു സെക്കുലർ സ്വഭാവമുള്ള ഒരു ഭരണാധികാരി തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.